നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ. പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന വാദം. തടസ്സ ഹർജി നൽകാൻ CBSE വിദ്യാർത്ഥികൾ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ റെയിൽവേ ട്രെയിനുകളിൽ CCTV ഘടിപ്പിക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ച സംഭവം അട്ടിമറിയെന്ന് സംശയം. അപകടം നടന്ന സ്ഥലത്ത് ട്രാക്കിൽ വിള്ളൽ. അന്വേഷണം ഊർജിതമാക്കി റെയിൽവേ. അഹമ്മദാബാദ് വിമാനാപകട റിപ്പോർട്ട് പാർലമെന്റിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം. സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം. വിമാന കമ്പനികളെ രക്ഷിക്കാൻ ശ്രമമെന്ന് പൈലറ്റുമാരുടെ സംഘടന. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വാഹനമോടിച്ചാൽ രക്ഷിതാക്കൾക്കെതിരെയും നടപടി. നിയമലംഘനം തടയാൻ നിരീക്ഷണം ശക്തമാക്കി. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 184 കുട്ടികൾ അറസ്റ്റിൽ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രാഷ്ട്രപതി അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഉജ്ജ്വൽ നിഗം, ഹർഷവർദ്ധൻ ശൃംഗ്ല, മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിലേക്ക്. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കേരള സിലബസ് വിദ്യാർത്ഥികൾ. മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് ഒരു കൂട്ടം കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തീയതിയാണ് മാർക്ക് ഏകീകരണത്തിൽ പുതിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിൽ നിന്നുള്ള 43 കുട്ടികൾ ഇടം നേടിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ സംസ്ഥാന സർക്കാർ മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പഴയ രീതി പ്രകാരം റാങ്ക് പട്ടിക പുറത്തിറക്കിയാൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നിലാകുമെന്ന ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു പുതിയ റാങ്ക് പട്ടിക. 1ാം റാങ്കിൽ ഉൾപ്പെടെ മാറ്റം വന്നിരുന്നു. ആദ്യ 100 റാങ്കിൽ 21 പേർ കേരള സിലബസിൽ പഠിച്ചവരും 79 പേർ CBSE സിലബസിൽ പഠിച്ചവരുമാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കേരള സിലബസുകാർ 43 പേരുണ്ടായിരുന്നു. ഡിവിഷൻ ബെഞ്ച് പുതിയ ഫോർമുല തള്ളിയെങ്കിലും അപ്പീൽ പോകേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ 1 മാസം കൂടി സമയം നൽകാൻ AICTE സർക്കാർ സമീപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 നിലവിലെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം. സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നിർണായകം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കീം പരീക്ഷാ വിവാദത്തിൽ മന്ത്രി R. ബിന്ദുവിനെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും സമസ്ത മുഖപത്രം. മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടിയെന്നും വൈസ് ചാൻസലർമാർ മുഴുവൻ സംഘികളെന്നുമാണ് വിമർശനം. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി അതൊക്കെ ഇറക്കി വച്ച് വിദ്യാർത്ഥികളെ ഓർക്കണമെന്നും കുറ്റപ്പെടുത്തുന്നു. മന്ത്രി R. ബിന്ദു മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പരിഹസിക്കുന്നത്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് ഇറക്കി വെച്ച വിദ്യാർത്ഥികളെ കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം മന്ത്രി കുളം തോണ്ടി. +2 സ്കോറിന്റെ ക്രമീകരണമാണ് പ്രശ്നം. പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട നവംബറിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഏപ്രിലാണ് ഫോർമുല പരിഷ്കരണത്തിനായി കമ്മിറ്റിയെ വയ്ക്കുന്നത്. അതിനു മുൻപ് ഫെബ്രുവരിയിൽ തന്നെ കളിയുടെ നിയമാവലി പ്രസിദ്ധീകരിച്ചിരുന്നു. 2024 അതേ നിയമാവലി. പിന്നെ കളി തുടങ്ങിക്കഴിഞ്ഞ നിയമം മാറ്റിയെന്ന് പറഞ്ഞാൽ നിലനിൽക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. പുതിയ രീതി ഒരു വിഭാഗം കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നതിനെ പറ്റി യാതൊരു പഠനവും നടത്തിയില്ലെന്നും കുറ്റപ്പെടുത്തുന്ന മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പലയിടത്തും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാർ മുഴുവൻ സംഘികളാണെന്നും അവരെ നയിക്കുന്നത് ചാൻസലർ എന്ന ഗവർണറാണെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല പിൻവാതിലിലൂടെ സംഘപരിവാർ ഭരിക്കുന്നുവെന്നും സമസ്ത പറയുന്നു. ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയപ്പോഴും പ്രത്യേക പഠനം നടത്തിയില്ല. ചാൻസലർ എന്ന പിൻവാതിലിലൂടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണ്. തരം പോലെ അതിനെ പ്രീണിപ്പിച്ചും കെറുവിച്ചും ഇടതുപക്ഷവും നീങ്ങുന്നു. സർവകലാശാലകളെ കളറണിയിക്കുന്നതിൽ CPMന്റെ ചരിത്രം ഒട്ടും മോശമല്ലെങ്കിലും സംഘപരിവാറിന് കേരളത്തിൽ ഇടപെടാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പിൻബലമില്ലെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. 2014 UDF
UDF ഹയർ സെക്കൻഡറി സ്കൂൾ സമയം നീട്ടിയിരുന്നു. അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ വിവാദങ്ങൾ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല എന്നും ഇനി വെല്ലുവിളിക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മാതൃകാപരമായി പോവുകയും ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. 2014 UDF ഭരണകാലത്ത് ലബ്ബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ 5 വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 9:30 എന്നത് 9 ആക്കിയും വൈകുന്നേരം 4 മണി എന്നത് 4:30 മാറ്റി. യാത്രാ ട്രെയിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ റെയിൽവേ. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. ഓരോ കോച്ചിലും കുറഞ്ഞത് 4 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ പാസഞ്ചർ ലോക്കോമോട്ടീവ് കോച്ചുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. 74,000 കോച്ചുകളിലും 15,000 ലോക്കോ എഞ്ചിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അനുമതി നൽകി. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ഫലം കണ്ടതോടെയാണ് വ്യാപകമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഓരോ കോച്ചിലും കുറഞ്ഞത് 4 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. ഓരോ പ്രവേശന വഴിയിലും 2 എണ്ണം. ഓരോ ലോക്കോമോട്ടീവിലും 6 CCTV ക്യാമറകൾ ഉണ്ടായിരിക്കും. ഇതിൽ ലോക്കോമോട്ടീവിന്റെ മുൻവശത്തും പിൻവശത്തും ഇരുവശത്തും ഓരോ ക്യാമറ വീതം ഉൾപ്പെടും. CCTV ക്യാമറകൾക്ക് ഏറ്റവും പുതിയ സ്പെസിഫിക്കേഷനുകളാണ് ഉണ്ടാവുക. 100 കിലോമീറ്ററിലധികം വേഗതയും കുറഞ്ഞ പ്രകാശവും ഉണ്ടെങ്കിൽ പോലും ഉയർന്ന റെസല്യൂഷനിൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണിവ. എന്നാൽ യാത്രക്കാരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിലാകും ക്യാമറകൾ സ്ഥാപിക്കുക. ഇന്ത്യ AI മിഷനുമായി സഹകരിച്ച് CCTV ക്യാമറകളിൽ പകർത്തുന്ന ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തത്സമയം പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ച സംഭവം അട്ടിമറിയെന്ന് സംശയം. പാളത്തിൽ 100 മീറ്റർ അകലെ വിള്ളൽ കണ്ടെത്തിയതാണ് സംശയത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് ഗുഡ്സ് ട്രെയിന് തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടിച്ചത്. ക്രൂഡ് ഓയിൽ കയറ്റി വന്ന ബോഗികളിലാണ് തീ പടർന്നത്. പ്രദേശത്ത് വലിയ തീയും പുകയും ഉയർന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വാഗണുകളിൽ തീ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല. എന്നാൽ ട്രെയിൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് സമീപം ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇതോടെ അട്ടിമറി സാധ്യതയും പരിശോധിക്കുകയാണ്. ട്രെയിൻ പാളം തെറ്റാനിടയാക്കിയത് ട്രാക്കിലെ വിള്ളലാണോ എന്ന നിലയിലാണ് പരിശോധനകൾ. അപകടം ആരക്കോണത്തിനും ചെന്നൈക്കുമിടയിലുള്ള ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിച്ചു. ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന 8 ട്രെയിനുകൾ റദ്ദാക്കി. 5 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 8 ട്രെയിനുകൾ വൈകി ഓടുകയാണ്. യാത്രക്കാർക്കായി ബദൽ സംവിധാനങ്ങളും ഒരുക്കി. അപകടത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരളത്തിൽ നിന്നുള്ള സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ സദാനന്ദൻ മാസ്റ്റർ RSS BJP നേതാവാണ്. രാഷ്ട്രീയ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായ അദ്ദേഹം കൃത്രിമകാലിലാണ് സഞ്ചരിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുൻപ് CPMന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. CPM പ്രവർത്തകർ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു. അന്ന് RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്നു മാസ്റ്റർ. 2016 കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം മാസ്റ്റർക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. അക്രമരാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പെന്ന് BJP പ്രതികരിച്ചു. അതേസമയം രാജ്യസഭയിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ 4 ഒഴിവുകൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള അഭിഭാഷകനായ ഉജ്ജൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ, ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ എന്നിവരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റുള്ളവർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് പാർട്ടി ഒരു വലിയ ദൗത്യം തന്നെ ഏൽപ്പിച്ചുവെന്നും അത് താൻ ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യുമെന്നും സദാനന്ദൻ മാസ്റ്റർ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പാർട്ടിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ തനിക്ക് കഴിയുന്നതൊക്കെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത്. മിനിയാന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു, ഫോൺ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത്രമാത്രമാണ് പറഞ്ഞത്, ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, അത് സ്വീകരിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇന്ന് കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചിട്ട് ഇതാണ് മാഷെ ഏൽപ്പിക്കുന്ന ദൗത്യം, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പൈലറ്റുമാരുടെ സംഘടന. അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കുവാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ആക്ഷേപം. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടന ആശങ്ക രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളും റെക്കോർഡർ വിവരങ്ങളും പുറത്തുവിടണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകൾ വ്യത്യാസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപേ വിമാനം തകർന്നു വീണു എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. 2:09 മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. അതേസമയം റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അവ്യക്തമായ റിപ്പോർട്ടിൽ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഗുരുപൂജയെ പിന്തുണച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമെന്നും പാദങ്ങളിൽ പൂക്കൾ അർപ്പിക്കുന്നത് ആദരവെന്നും ഗവർണർ പറഞ്ഞു. എന്നാൽ കാൽകഴുകൽ കേരള സംസ്കാരമല്ല എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഗുരുപൂജ ചെയ്യുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കാൽകഴുകൽ കേരള സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും നീചമായ സംഭവമാണെന്നും ഗവർണർക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി എത്തി. ബഹുമാനപ്പെട്ട ഗവർണർ പോലുള്ള ഭരണത്തലവൻ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൊച്ചു മക്കളെ കൊണ്ടാണ് കാല് കഴിയിപ്പിച്ചിരിക്കുന്നത്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണത് പറയുന്നതെന്നുള്ളവർ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിയിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. പാദപൂജ ചെയ്ത സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്തവർ ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാദപൂജയെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്തെത്തി. സ്ത്രീകൾക്കും ശൂദ്രർക്കും വിദ്യാഭ്യാസം നൽകുമ്പോൾ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ അങ്ങനെ ചില അപകടങ്ങളുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും പഠിക്കാൻ അവസരം നൽകുകയാണെങ്കിൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞതും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളുണ്ട്. ജനാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാലയങ്ങളിലെ പാദപൂജ മതനിരപേക്ഷതയെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ഫ്യൂഡൽ കാലത്തെ അടിമത്ത മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാദപൂജ സംസ്കാരം തള്ളിക്കളഞ്ഞാണ് കേരളം ഇവിടെ എത്തിയതെന്ന് മുൻമന്ത്രി തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ ഈ സംസ്കാരമൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടാണ്. എത്ര അടി അകലത്തിൽ ഓരോ ജാതിയും മറ്റു ജാതിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിയമമുണ്ടായ സ്ഥലത്താണ്. ഭ്രാന്താലയം എന്ന് വിവേകാനന്ദം പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ സംസ്കാരത്തെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഗവർണറല്ല വേറെ ആര് വന്നാലും അനുവദിക്കില്ല കേരളം. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി. ആ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആരു വന്നാലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വാർത്തകൾ തുടരുന്നു. കുവൈറ്റും എയർബസും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണയായേക്കും. കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക് എയർബസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വൂട്ടർ ഫർച്ചുമായും കൂടിക്കാഴ്ച നടത്തി. എയർബസ് പോലെയുള്ള പ്രമുഖ ആഗോള വ്യോമയാന കമ്പനികളുമായി പങ്കാളിത്തം വികസിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അൽ മുബാറക് പറഞ്ഞു.
എയർബസിൻ്റെ നൂതന സാങ്കേതിക വിദ്യയും വ്യാവസായികമായ വൈദഗ്ധ്യവും കുവൈറ്റിൻ്റെ ദേശീയ വിമാന കമ്പനികളെ പിന്തുണയ്ക്കാനും അവയുടെ പ്രവർത്തനക്ഷമത ഉയർത്താനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ പ്രമുഖ വിമാന കമ്പനിയായ ജസീറ എയർവേസ് കൊച്ചി ഉൾപ്പെടെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും 25% നിരക്കിളവ് പ്രഖ്യാപിച്ചു. ജസീറ എയർവേസിൻ്റെ www.jaziraairways.com എന്ന വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് നിരക്കിളവ് ലഭ്യമാകുക. ഇന്നു മുതൽ ജൂലൈ 19 വരെ ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ്. സെപ്റ്റംബർ 15-നും ഡിസംബർ 31-നും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് നിരക്കിളവ് ബാധകമാകുക. J9SALE25 എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാണ് ബുക്കിംഗ് പൂർത്തിയാക്കേണ്ടത്. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 184 കുട്ടികളെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇവരെ തുടർ നടപടികൾക്കായി ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി. ജൂൺ ആദ്യവാരം മാത്രം 64 കുട്ടികളെയാണ് ഇത്തരത്തിൽ പിടികൂടിയതെന്ന് ഗതാഗത വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന കുട്ടികളെ പിടിക്കാനും അവരുടെ രക്ഷിതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ട്രാഫിക് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണമെന്നും അവർക്ക് വാഹനങ്ങൾ നൽകരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. 2024 വർഷാവസാനത്തെ കണക്കുകൾ പ്രകാരം സൗദി ജനസംഖ്യ 3.5 കോടി കവിഞ്ഞതായി സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം സൗദി ജനസംഖ്യ 3,53,280,000 ആണ്. ഇതിൽ 55.6% പേർ സൗദികളും 44.4% പേർ വിദേശികളുമാണ്. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ 62.1% പുരുഷന്മാരും 37.9% വനിതകളുമാണ്. ജനസംഖ്യയിൽ 22.5% പേർ 14 വയസ്സുവരെ പ്രായവിഭാഗത്തിൽപ്പെട്ടവരും 74.7% പേർ 15 മുതൽ 64 വയസ്സുവരെ പ്രായവിഭാഗത്തിൽപ്പെട്ടവരും 2.8% പേർ 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുമാണ്. ഒമാനിൽ പരിസ്ഥിതി സൗഹൃദ ഷോപ്പിംഗ് ബാഗുകൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകണമെന്ന് സർക്കാർ നിർദ്ദേശം. ഷോപ്പിംഗ് മാളുകൾക്കും റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്കും നിർദ്ദേശം ബാധകമാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യമായി ബാഗ് നൽകുക എന്നത് അടിസ്ഥാന ആവശ്യമാണെന്നും അതിന് പ്രത്യേകം പണം ഈടാക്കാൻ പാടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം കർശനമാക്കുകയാണ്. പഴം, പച്ചക്കറി, പലചരക്ക് കടകൾ, മിഠായി കടകൾ എന്നിവ ഉൾപ്പെടെ കൂടുതൽ മേഖലകളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധനം വന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് ബാഗ് നിരോധനത്തിൻ്റെ 3ാം ഘട്ടമാണ് ഒമാനിൽ ഇപ്പോൾ നടപ്പാക്കുന്നത്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ലഭിക്കും. സൗദിയിലെ മദീനയിൽ ലഹരി ഗുളിക വിതരണം ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ യുവാവിനെയും സ്വദേശി യുവാവിനെയും സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അറസ്റ്റ് ചെയ്തു. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി ഇരുവരെയും പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. സൗദിയിലെ OICCയുടെ മക്ക കമ്മിറ്റി ഈ വർഷം ഹാജിമാർക്കായി സേവനം നൽകിയ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹജ്ജിൻ്റെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ജോലി സമയം ഒഴിച്ചുള്ള സമയത്ത് ഹാജിമാർക്കായി സേവനം നടത്താൻ സമയം കണ്ടെത്തുന്ന പ്രവർത്തകരെ സംഘാടകർ അഭിനന്ദിച്ചു. ദുബായിൽ നിർമ്മാണ മേഖലയിലെ കരാർ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ നിയമം വരുന്നു. നിർമ്മാണ മേഖലയോട് അനുബന്ധിച്ചുള്ള നിയമത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. അതിവേഗത്തിലുള്ള ദുബായിയുടെ നഗര സാമ്പത്തിക വികസന നടപടികളുമായി നിർമ്മാണ കരാർ മേഖലയെ യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം അവതരിപ്പിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് നിയമം പുറപ്പെടുവിച്ചത്. അടുത്ത വർഷം തുടക്കം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ദുബായ് മുനിസിപ്പാലിറ്റി പ്രതിനിധി അധ്യക്ഷനായ കരാർ പ്രവർത്തന നിയന്ത്രണ വികസന സമിതി ഇതിനായി നിലവിൽ വരും. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളിലെ അംഗങ്ങളും സമിതിയിൽ ഉൾപ്പെടും. കരാർ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുക, മേൽനോട്ടം വഹിക്കുക, നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക, തർക്കങ്ങൾ പരിഹരിക്കുക എന്നിവയൊക്കെ സമിതിയുടെ ചുമതലയാണ്. DIFC പോലുള്ള പ്രത്യേക വികസന മേഖലകളിലും ഫ്രീ സോണുകളിലും പ്രവർത്തിക്കുന്നവ ഉൾപ്പെടെ ദുബായിലെ എല്ലാ കരാറുകാർക്കും നിയമം ബാധകമാണ്. കരാറുകാരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച നിബന്ധനകളും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിയമം പ്രാബല്യത്തിലായി 1 വർഷത്തിനുള്ളിൽ എല്ലാ കരാറുകാരും തങ്ങളുടെ പദവി ക്രമീകരിക്കണം. ഇൻവെസ്റ്റ് ഇൻ ദുബായ് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ദുബായ് മുനിസിപ്പാലിറ്റി കരാറുകാർക്കുള്ള ഒരു ഇലക്ട്രോണിക് രജിസ്ട്രി തയ്യാറാക്കും. പൊതുവായ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുകയും നിർമ്മാണം, കെട്ടിടം പൊളിക്കൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകാരെ തരംതിരിക്കുകയും സാങ്കേതിക ജീവനക്കാർക്ക് പ്രൊഫഷണൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യും.
നിയമം ലംഘിക്കുന്ന നിർമ്മാണ കരാർ സ്ഥാപനങ്ങളെ തരം താഴ്ത്തുക, പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ നിയമ നടപടികൾക്ക് വിധേയമാക്കും. 1000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴ ചുമത്തുകയും ചെയ്യും. അമൃത ന്യൂസ്, ദുബായ്. വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടും വിധം പെരുമാറിയ 630 ഡ്രൈവർമാർക്കെതിരെ കഴിഞ്ഞ ദിവസം നിയമ നടപടികൾ കൈക്കൊണ്ടുവന്ന് UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാഹന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപകട ദൃശ്യം കാണിക്കുന്നതിന് വേണ്ടി മറ്റു വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതോ നിർത്തുന്നതോ ആയ സന്ദർഭങ്ങളാണ് ഇതിൽ കൂടുതലും. ഇത്തരത്തിലുള്ള പ്രവണത രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയാക്കുന്നുവെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ദുബായിലാണ്. 411 കേസുകൾ ദുബായിൽ രജിസ്റ്റർ ചെയ്തു. 87 നിയമലംഘനങ്ങൾ അബുദാബിയിലും 71 കേസുകൾ ഷാർജയിലും രജിസ്റ്റർ ചെയ്തു. വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കും വിധം പെരുമാറിയാൽ 1000 ദിർഹമാണ് പിഴ ഈടാക്കുന്നത്. വാർത്തകൾ തുടരുന്നു. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ ദുഃഖവിമോചനം സാധ്യമാകുകയുള്ളൂ എന്ന് മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ പനങ്കാവ് മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി പറഞ്ഞു. ഗുരുപൂർണിമ ആഘോഷത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മഹാഗണപതി ഹോമത്തോടെയായിരുന്നു ആഘോഷത്തിന് തുടക്കം. ഗുരുപാദുക പൂജ, ഗുരുപൂർണിമ സന്ദേശം, ഭജന, ഗുരുഹോമം എന്നിവയും നടത്തി. ബ്രഹ്മചാരിണി മിനിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗുരുഹോമം. കേരളത്തിലെ ആരോഗ്യമേഖല ഒന്നാമതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശോചനീയാവസ്ഥ തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചോർന്നൊലിക്കുന്ന ഹൃദ്രോഗ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. മഴവെള്ളം ഒലിച്ചിറങ്ങി പായൽ പിടിച്ച ഭിത്തികൾ, വെള്ളം ചോർന്നിറങ്ങുന്ന അകത്തളത്തിലെ ചുവരുകൾ, സിമന്റ് ഇളകി കമ്പികൾ പുറത്തു വന്ന കെട്ടിടങ്ങൾ, ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന കുറേ രോഗികളുടെ കാഴ്ചകൾ. ഇത് ഏതെങ്കിലും പ്രേത സിനിമയുടെ സെറ്റല്ല. നമ്പർ 1 കേരളത്തിൻ്റെ ഭാഗമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ ആശുപത്രിയാണ്. മികവിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തി സർക്കാരും ആരോഗ്യമന്ത്രിയും ന്യായീകരിക്കുമ്പോഴും ദിനംപ്രതി ദയനീയ കാഴ്ചകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തുവരുന്നത്. മഴ പെയ്ത് നനഞ്ഞ ചുവരുകൾ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടാക്കുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അധികൃതർ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ ചെസ്റ്റ് ആശുപത്രിയിലാണ് കൂടുതലായി ഇത്തരത്തിലുള്ള 2-3 ബിൽഡിങ്ങുകൾക്ക് ചോർച്ച കണ്ടുവരുന്നത്. അതിൻ്റെ പുറത്ത ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മതിലിലേക്ക് വെള്ളം വരുന്നുണ്ട്, ചെമുരുമ്പിലേക്കും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചുമരിൻ്റെ ബലക്ഷയം ഉണ്ടാവുകയും പെട്ടെന്ന് ചെമുര് വീഴുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണേണ്ടി വരും. തുടർച്ചയായി 3-4 ദിവസത്തെ മഴ പെയ്യുമ്പോൾ അവിടെ രോഗികളോ കൂട്ടിയിരിപ്പുകാരോ ഉണ്ടെങ്കിൽ അറിയാതെ കണ്ട് ചിലപ്പോൾ ആ ചെമുര് വീഴുന്നൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയും ഇത്തരത്തിലുള്ള കെട്ടിടം ഉപയോഗിക്കാതെ രോഗികളെയും കൂട്ടിയിരിപ്പുകാരെയും ഒന്നും കടത്താതെ അത് പൂട്ടിയിടണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെത്തിക്കുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്ന അവസ്ഥ ഒന്നിലധികം ആംബുലൻസ് ഡ്രൈവർമാർ കഴിഞ്ഞയാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറകെയാണ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന കാഴ്ച. അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ പൂട്ടിയിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം വന്ന സൂചന. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിക്കാണ് നിപ സംശയിക്കുന്നത്. മഞ്ചേരിയിലെ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചു. ഫലത്തിനായി സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ഇതോടെ 2 ആഴ്ചക്കിടയിൽ നിപ ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 2 പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മണ്ണാർക്കാട് ചിങ്ങിലേരി സ്വദേശിയായ 57-കാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ കണ്ടെത്തിയത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അന്തിമ ഫലം ലഭിക്കേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി.
DMO ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ മാസം 1-ാം തീയതി മങ്കട സ്വദേശിയായ 18-കാരി നിപ്പ ബാധിച്ച് മരണപ്പെട്ടിരുന്നു. പാലക്കാട് മണർകാടിനടുത്ത് നാട്ടുകൽ സ്വദേശിയായ യുവതി 2 ആഴ്ചയിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നിപ്പ സ്ഥിരീകരിച്ചതോടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നതിനിടെയാണ് വീണ്ടും നിപ്പ ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സംഘവും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ സന്ദർശനം തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 497 ആയി. അമൃത ന്യൂസ്, മലപ്പുറം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.